ഹലോ, നമുക്കിന്ന് ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി കണ്ടാലോ? തനി നാടൻ പഴമയുടെ രുചിയിൽ, അതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 4 വലിയ സവാള, പച്ചമുളക് 5, ഇതാ ഈ രീതിയിൽ നീളത്തിൽ അരിഞ്ഞെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി. അടുത്തതായി ബീഫ്, 1/2 കിലോ ബീഫാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ. കൂടെ 3 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിറകടുപ്പിലാണ് കറി വെക്കാൻ പോകുന്നത്. പറ്റുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക. ചട്ടിയിലേക്ക് ബീഫ് ഇട്ട ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വിറകടുപ്പിലായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫിൽ നിന്നുള്ള വെള്ളവും കൂടി ഉണ്ടാവും. ആവശ്യമെങ്കിൽ മാത്രം ഇനി ചൂടുവെള്ളം ഉപയോഗിക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. മുളകിൻ്റെ എരിവനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 4 വലിയ സവാള ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഇനി വലിയ കഷ്ണം ഇഞ്ചിയും കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ ചെയ്താൽ മതിയാവും. അടുത്തത് 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറികൾ എന്തുണ്ടാക്കുമ്പോഴും മിസ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ കറിവേപ്പില ഇവിടെ ഞാൻ 3 തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ സമയമെടുത്തിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പഴയൊരു രീതിയിലാണ് ഈ കറി വെക്കുന്നത്. അപ്പോൾ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടാൻ പറ്റുമെങ്കിൽ വിറകടുപ്പിൽ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പറിൽ ചട്ടിയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ഇതേ രീതിയിൽ ഗ്യാപ്പിട്ട് വേണം അടച്ചു വെക്കാൻ. ഈ ഗ്യാപ്പ് എന്തിനാണെന്ന് വെച്ചാൽ കറി തിളച്ച് വരുമ്പോൾ പുറത്തേക്ക് മറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞളും മുളകും ചേർക്കുന്ന അതേ ടൈമിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ മറന്നു പോയത് കൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഉപ്പ് ആവശ്യാനുസരണം ചേർക്കുക. കറി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചട്ടി ആയതുകൊണ്ട് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കറി നല്ല രീതിയിൽ തിളച്ച് വന്നതുകൊണ്ട് തന്നെ ഇനി ഗ്യാപ്പിട്ട് മൂടി വെക്കണമെന്നില്ല. സാധാരണ രീതിയിൽ തന്നെ മൂടി വെക്കാവുന്നതാണ്. ഇതാ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മളുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് വെളിച്ചെണ്ണ. 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇനി മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ആദ്യം എടുത്ത 1 കപ്പ് വെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളത്. വേറെ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഒന്നുകൂടെ കറി മൂടി വെച്ച് കൊടുക്കുക. ഇനി പെട്ടെന്ന് തന്നെ കറി റെഡിയാവും. അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി മണം കിട്ടുന്നുണ്ട്. ബീഫിൻ്റെയും വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു സൂപ്പർ മണമാണ്. ഇനി നമുക്ക് കറി ഇറക്കി വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ തനി നാടൻ ബീഫ് കറി. ഇനി എല്ലാവരും ഇത് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഒപ്പം ഷെയറും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു നല്ല റെസിപ്പിയായി കാണാം.